അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള മഞ്ഞുരുകുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ട്രംപ് പറയാണ് മോദി മഹാനായ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹവുമായിട്ട് പ്രശ്നമൊന്നുമില്ല, താൽക്കാലികമായി ഉണ്ടായ ചില കാര്യങ്ങളിലുള്ള അഭിപ്രായ ഭിന്നതകൾ മാത്രമാണ് എന്നുള്ളതാണ്. ശരിക്കും ട്രംപ് ഇന്ത്യയുടെ വഴിക്ക് വരുന്നതാണോ അത്? വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദം ട്രംപ് അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കാലിനടിയിൽ മണ്ണ് ഒലിച്ചു പോകുന്ന വിവരം ട്രംപ് വൈകിയാണെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതേണ്ടത്. കാരണം അദ്ദേഹത്തെ അന്ധമായി പിന്തുണയ്ക്കുന്നവർ പോലും ട്രംപ് ഈ കാട്ടിക്കൂട്ടുന്നത് വലിയ മണ്ടത്തരമാണ്. ഇന്ത്യയെപ്പോലെ ഏഷ്യയിലെ പ്രമുഖമായ ഒരു ശക്തിയെ ശത്രുപക്ഷത്തേക്ക് കൊണ്ടുപോകുന്നത് അമേരിക്കയ്ക്ക്, ട്രംപ് പോയി കഴിഞ്ഞാലും അടുത്ത പ്രസിഡന്റുമാർ വരും. ട്രംപിന് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്, പക്ഷേ അമേരിക്ക നാളെയും ഉണ്ടാകേണ്ട ഒരു രാഷ്ട്രമാണ്. അമേരിക്കയ്ക്ക് ഒരിക്കലും ഇന്ത്യയെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുന്നത് ഒരു ഗുണകരമായ സംഗതിയല്ല. പ്രത്യേകിച്ച് ചൈന ഏഷ്യയിലെ വലിയ സൈനിക ശക്തിയായിട്ട് വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കരുതെന്ന തരത്തിൽ ട്രംപിനെ വലിയ രീതിയിൽ ഉപദേശിക്കുന്നുണ്ട് അവിടെയുള്ളവർ. അപ്പോൾ ഇതൊക്കെ ട്രംപിനെ വല്ലാതെ ഇന്ത്യയോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് ഇപ്പോൾ ഭാവിക്കുന്ന ശത്രുതാ മനോഭാവം അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന ചിന്ത ട്രംപിന് സ്വാഭാവികമായി ഉണ്ടാവും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മാധ്യമ സമ്മേളനത്തിൽ ഇന്ത്യൻ മാധ്യമ ഏജൻസിയായ ANI അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം, മോദിയുമായിട്ടുള്ള പ്രശ്നം അത് പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും നടപടിയുണ്ടോ? അത്തരത്തിൽ സ്വാഭാവികമായിട്ട് ചോദ്യം വരുമല്ലോ. അപ്പോൾ അദ്ദേഹം അതിന് നൽകിയ പ്രതികരണം പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദമാണ്. മോദി എന്ന് പറയുന്നത് ആൾ എൻ്റെ എപ്പോഴും ഏറ്റവും വലിയ സുഹൃത്താണ്, അതങ്ങനെ തന്നെ ആയിരിക്കും. അതുമാത്രമല്ല, അദ്ദേഹം മഹാനായ ഒരു പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സവിശേഷമായ ബന്ധമാണുള്ളത്. അതിനെക്കുറിച്ച് തൽക്കാലം ഒരാശങ്കയും വേണ്ട എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇത് ആ വാർത്താ ഏജൻസി ആ വാർത്ത പുറത്തുവിട്ടു. അതിൻ്റെ ട്വീറ്റുകൾ വന്ന് തൊട്ടടുത്ത നിമിഷം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് വഴി ഈ സംഗതിയെ സ്വാഗതം ചെയ്തുകൊണ്ട്, അതായത് ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും പ്രത്യേകിച്ച് തനിക്ക് അനിഷ്ടമൊന്നുമില്ല, ആ ബന്ധം സുദൃഢമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന ട്രംപ് നടത്തിയ പ്രതികരണത്തിനെ, ഒരു വാർത്താ ഏജൻസിക്ക് കൊടുത്ത പ്രതികരണത്തിനെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി പ്രതികരണം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ട്രംപിൻ്റെ അതേ മനോവികാരം തന്നെയാണ് എനിക്കുമുള്ളത്. ട്രംപ് പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ അതേ അർത്ഥത്തിൽ ഞാനും ഉൾക്കൊള്ളുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യയും കരുതുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയുടെ കാഴ്ചപ്പാടും അതുതന്നെയാണ് എന്നാണ് നരേന്ദ്രമോദി പ്രതികരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നമ്മുടെ ബന്ധം സംബന്ധിച്ച് പുരോഗമനപരമായ വിലയിരുത്തലിന്, അതായത് ട്രംപ് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, അപ്പോൾ ആ ഒരു വിലയിരുത്തലിന് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഭാവി അധിഷ്ഠിതമായ തന്ത്രപരമായ ബന്ധവും സഹകരണമാണുള്ളത്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് നേതാക്കൾ തമ്മിൽ ഉള്ള അഭിപ്രായ ഭിന്നത അത് ആ ഒരു പരീക്ഷണ ഘട്ടം കഴിഞ്ഞു. ഇനി അത് കുറച്ചുകൂടി സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ ഇതിൻ്റെ കുറച്ച് മുൻപുള്ള ഒരു ചരിത്രം വരെയുണ്ട്. അതായത് ഇവർ രണ്ട് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുടങ്ങുന്നത് നരേന്ദ്രമോദി G7 ഉച്ചകോടിയുടെ ഭാഗമായി അദ്ദേഹം പ്രത്യേക ക്ഷണിതാവായി കാനഡയിൽ ചെന്നപ്പോൾ ട്രംപിനുമായിട്ട് കൂടിക്കാഴ്ച നടത്താനായിട്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നു. കാര്യം ട്രംപ് നേരത്തെ തന്നെ ഇന്ത്യയെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതായത് അദ്ദേഹം അമിതമായ താരിഫ് ചുമത്താനായിട്ട് ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഇതിലൊരു പരിഹാരമുണ്ടാകും എന്നുള്ള തരത്തിലായിരുന്നു ഇവിടെ വാർത്തകൾ വന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ട്രംപ് നിരന്തരമായി ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തൻ്റെ അവകാശവാദം നിരന്തരമായി ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിയും സമ്മർദ്ദത്തിലായിരുന്നു. കാര്യം ഇദ്ദേഹം ഇങ്ങനെ നിരന്തരമായി അതിൻ്റെ അവകാശവാദം, അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് നരേന്ദ്രമോദി കാനഡയിൽ വെച്ച് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച ഫിക്സ് ചെയ്തത്. പക്ഷേ ട്രംപ് അവിടെ നിന്ന് പോയി കളഞ്ഞു. അതിനുശേഷം നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചപ്പോൾ ട്രംപ് വ്യക്തിപരമായി മോദിയോട് ആവശ്യപ്പെട്ടിരുന്നു, ഈ പാകിസ്ഥാൻ എനിക്ക് നോബൽ സമ്മാന ശുപാർശയൊക്കെ തരുന്നുണ്ട്, നിങ്ങളും തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ മോദി അക്കാര്യം അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാനും നടന്ന സംഗതികൾ എന്താണെന്ന് വിവരിച്ചു കൊടുത്തു. രണ്ട് സൈനിക നേതൃത്വങ്ങളും തമ്മിൽ നടത്തിയ ധാരണയിലാണ് വെടിനിർത്തൽ കരാർ ഉണ്ടായത്, അല്ലാണ്ട് അതിലൊരു മധ്യവർത്തി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നു. ട്രംപിൻ്റെ നോബൽ സമ്മാന മോഹങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ട്രംപ് പിന്നീട് പെരുമാറിയത്. ഇന്ത്യക്കെതിരെ
പറയുന്ന ന്യായം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്നുള്ള ന്യായമാണ്. പക്ഷേ ആ ന്യായം മറ്റ് രാജ്യങ്ങൾക്ക് ബാധകമല്ല, ഇന്ത്യക്ക് മാത്രമാണ് ബാധകം. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം വല്ലാണ്ട് വഷളായി. പ്രത്യേകിച്ച് പിന്നീട് വന്ന വാർത്ത, ട്രംപ് നരേന്ദ്രമോദി ഏതാണ്ട് 4 തവണയോ മറ്റോ ഫോണിൽ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന മറ്റൊരു വാർത്ത, ഈ UN ജനറൽ അസംബ്ലിയിൽ വരുന്ന 26-ാം തീയതി നരേന്ദ്രമോദി അവിടെ പ്രസംഗിക്കും. ന്യൂയോർക്കിലാണ് സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ട്രംപിനെ അവിടെ വെച്ച് കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നത്. പക്ഷേ ആ സന്ദർശനവും മോദി റദ്ദാക്കിയിരുന്നു. ന്യൂയോർക്കിലോട്ട് പോകുന്നില്ല, പകരം വിദേശകാര്യമന്ത്രി ജയശങ്കറിനെയാണ് അയക്കുന്നത്. അപ്പോൾ രണ്ട് നേതാക്കളും തമ്മിലുള്ള ബന്ധം വല്ലാണ്ട് വഷളാകുന്നു. ഇതുകൂടാതെ ഷാങ്ഹായിൽ നമ്മൾ കണ്ടത്, അത് കൃത്യമായി പ്രീ പ്ലാൻഡായിട്ട് 3 നേതാക്കളും ബോധപൂർവം തന്നെ വലിയ അടുത്ത സൗഹൃദം പുലർത്തുന്നത്, അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തി സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇത് അയക്കുന്ന പോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ട്വിറ്ററിലും ഫേസ്ബുക്കിലും. അതിൻ്റെ ആസ്ഥാനമുള്ളത് അമേരിക്കയിൽ. അപ്പോൾ ട്രംപ് കാണുക, ട്രംപിന് ലൈക്ക് അടിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിലാണ് ഇത് പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബോധപൂർവം ഈ നേതാക്കൾ ചെയ്തൊരു പ്രവൃത്തിയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ട്രംപിനുള്ള മറുപടി എന്ന നിലയിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ട്രംപ് വൈകിയാണെങ്കിലും തിരിച്ചറിയുന്നുണ്ട് ചെയ്തതൊക്കെ മണ്ടത്തരമായിപ്പോയി. മോദിയെപ്പോലെ, കാരണം രണ്ട് നേതാക്കളും തമ്മിലുള്ള പരസ്പര സൗഹൃദം നേരത്തെ തന്നെ കണ്ടതാണ്. കാര്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ സന്ദർശന പരിപാടികളൊക്കെ മെഗാ ഈവൻറ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. ട്രംപ് ഇന്ത്യയിലേക്ക് വന്നതും മോദി അമേരിക്കയിലോട്ട് ചെന്നതും വലിയ ജനപങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായി. അത് രണ്ടുപേർക്കും രാഷ്ട്രീയപരമായി വളരെ ഗുണം ചെയ്ത സംഗതികൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ വ്യക്തിപരമായി ഉണ്ടായിരുന്ന ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിനെ ശത്രുപാളയത്തിൽ എത്തിക്കുന്നു. അതായത് അമേരിക്ക കണക്കാക്കുന്ന ശത്രു ചൈനയാണ്, പിന്നെ റഷ്യയാണ്. ഇവർക്ക് കൂട്ടായി ഇപ്പോൾ പിന്നെ ഇന്ത്യ പോകുന്നു എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്, അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അപ്പോൾ അത് ആ ഒരു തെറ്റ് തിരുത്തൽ, ആ ഒരു ലൈനിലേക്ക് ഇപ്പോൾ ട്രംപ് എത്തുന്നു എന്നുള്ളതാണ് ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അതൊരടഞ്ഞ അധ്യായമല്ല, അത് സംബന്ധിച്ചുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര കരാറിലേക്ക് അമേരിക്ക എത്തും എന്നുള്ള ഒരു സൂചനയാണ് ട്രംപ് ഈ അഭിമുഖത്തിൽ ഇന്ത്യൻ മാധ്യമത്തിന് കൊടുത്ത പ്രതികരണത്തിൽ പറയുന്നത്. സമാനമായ ഒരു പ്രതികരണമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് ഏറ്റവും ഒടുവിലത്തെ പ്രതികരണത്തിൽ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അങ്ങനെയാണ്. ഒരു കാരണവശാലും ട്രംപിനെ നേരിട്ട് ആക്രമിക്കുന്ന തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമോ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തരത്തിലും ട്രംപിനെ പ്രകോപിപ്പിക്കാൻ ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതികരണം ഇല്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളൊരു വ്യാപാര കരാർ സംബന്ധിച്ച് ഇപ്പോഴും ആശയവിനിമയം നടക്കുന്നുണ്ട്. വലിയ താമസമില്ലാണ്ട് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കും എന്നുള്ള കാര്യം ആണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അപ്പോൾ രണ്ട് നേതാക്കളും തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരനിഷ്ടം അത് ഇല്ലാണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ്. ഇന്ത്യ ഈ കാര്യത്തിൽ ഇതുവരെ ട്രംപിനെ പരസ്യമായി തള്ളിപ്പറയുന്ന ഒരു നിലപാടെടുത്തില്ല. പക്ഷേ അമേരിക്കൻ ഭീഷണിക്ക് വഴങ്ങില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കും എന്നുള്ള കാര്യം മാത്രമാണ് പ്രധാനമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ട്രംപിൻ്റെ ഈ പ്രസ്താവനയെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യുന്നു, ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ സ്പർദ്ധ അധിക ആയുസ് ഉണ്ടാവില്ല. ഈ ഒരു പ്രശ്നം വലിയ പ്രശ്നമില്ലാതെ തന്നെ പരിഹരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാം.